ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കണ്ടില്ലേ, എൻ്റെ പിറകിൽ നമ്മുടെ ഈ കാറ്റ്സ് ക്ലവ് ആണ് ഈ കാണുന്നത്. അപ്പോൾ കാറ്റ്സ് ക്ലവ് ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരുപാട് ഈ വള്ളികൾ ഇങ്ങനെ തൂങ്ങി പലയിടത്തായിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ പിറകിൽ നമ്മുടെ പ്രാവുകളും കാക്കകളും ഒക്കെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ്സ് ക്ലവിനെ ഒന്ന് ഡ്രസ്സ് ചെയ്യണം. ഇതിൻ്റെ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പണി. അപ്പോൾ ഏതായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ ഈ പ്രാവുകൾ, ഈ കുറേ പ്രാവുകൾ ഇതിവിടെ ഇങ്ങനെ ഈ തെങ്ങിൻ്റെ മുകളിലിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്, അവിടെ അവിടെ ആയിട്ടിരിക്കുന്നുണ്ട്. അവർ താഴേക്ക് വരുന്നില്ല, എന്താണെന്നറിയില്ല. ഞാൻ ഇനി ഈ ഫോണും വെച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അത് കണ്ടില്ല, ഇവിടെ ഒരു പ്രാവ് കേട്ടോ. ഞാൻ ഈ കാറ്റ്സ് ക്ലവിൻ്റെ ഈ വിഷ്വൽ കാണിക്കുന്നതിന് മുമ്പ് കണ്ടില്ല ഒരു പ്രാവ്. അതിന് ആശാൻ ഒട്ടും ഒരു വയ്യാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. അതിനൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല ആ സാധനത്തിന്. അതിങ്ങനെ ഇഴഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഒരു കാല് പൂർണ്ണമായി, രണ്ട് കാലും അതിന് വയ്യ. ഒരു കാലും കുറച്ച് 2 വിരലുകളൊക്കെ ഉള്ളൂ, പിന്നെ ഒരു കാല് തീരെ ഊന്നാനും പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പിടിക്കണമെന്നുണ്ട്, പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഈ പ്രാവിനെ ഒന്ന് പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനെ ഒന്ന് രക്ഷപ്പെടുത്തി വിടാമായിരുന്നു അല്ലേ. അങ്ങനെ അടുത്തതായി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ വള്ളികളായിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനിതൊന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഈ വള്ളികളൊക്കെ നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയുന്നതിനേക്കാളും നല്ലത് നമ്മളിതൊക്കെ ഒന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ, ഇതൊന്നും നമുക്ക് അത്ര എളുപ്പത്തിന് പറ്റുന്നൊരു പണിയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 കൈയും വേണം. ഇതിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 2 കൈയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ പൂച്ചയുടെ കൈ കണക്കാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട ഒരു വള്ളി കിടക്കുകയാണ്. ഈ വള്ളിയെ ഞാൻ ഇതിൽ തന്നെ അങ്ങ് ചുറ്റി വിടാൻ പോവുകയാണ്. ഇതിനെ അടിയിൽ കൂടി മുകളിലേക്ക് അങ്ങ് ചുറ്റി വിടണം. അങ്ങനെ ഒരേറ്റതിനെ ഞാൻ അങ്ങനെ ചുറ്റി വിട്ടു. ഇനിയിപ്പോൾ ഒരു വള്ളിയും കൂടി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ വള്ളികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടി ഇതിങ്ങനെ ചുറ്റി അങ്ങ് മുകളിലേക്ക് ഇങ്ങനെ വിട്ടു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല. കണ്ടില്ല, ഇപ്പം ഏറെക്കുറെ സംഭവങ്ങൾ ഈ സൈഡ് ക്ലിയറായി. ഇവിടെ ഒരു വള്ളിയും കൂടെ ഉണ്ട്. ഈ വള്ളിയെ ഞാൻ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ പിടിച്ച് അങ്ങ് വയ്ക്കുകയാണ് കേട്ടോ. അതിനിങ്ങനെ മുകളിലേക്ക് വെറുതെ അങ്ങ് വെച്ച് കൊടുക്കുക. അതങ്ങോട്ട് പടർന്നൊക്കെ വളർന്നോട്ടെ. ഇനി ഇവിടെ ഒരു ആശാനിപ്പോൾ ഉണ്ട്. അതിനെയും ഞാൻ അതേപോലെ, അതിൽ കുറേ പൂവുകളൊക്കെ ഉള്ള ഒരു ശാഖയാണ്. അതിനെ ഞാൻ അതുപോലെ അങ്ങോട്ട് പിടിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് തൊട്ടടുത്ത അതിൻ്റെ ഈ പല്ലുകൾ കണ്ടില്ലേ, ഈ പല്ലുകൾ പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അത് തൊട്ടടുത്ത ഏതെങ്കിലും വള്ളികളിലൊക്കെ പിടിച്ചങ്ങ് നിന്നോളും. അങ്ങനെ ഇതിനെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ച് കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നിൽക്കുന്നവരെ ഇവരെ ഇനി എന്ത് ചെയ്യാൻ? അപ്പോൾ ഇവരെ ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഇച്ചിരി കുറവ് കാണുന്നുണ്ട് വള്ളികളുടെ. ആ ഭാഗത്തേക്ക് അങ്ങ് പടർത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, താൽക്കാലികമായി ഈ സൈഡ് ഏകദേശം ക്ലിയറായി. ഇനി ഇങ്ങനെ വരുന്ന ശൽക്കങ്ങളൊക്കെ ഒന്ന് ആ സൈഡിലേക്ക് പിടിച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ വളർത്തുന്നത് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെമ്മ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു വീടിൻ്റെ മോഡൽ ഇങ്ങനെ കൂര വരുന്നത് പോലെ ഇങ്ങനെ വന്ന് ഇവിടെയും അതുപോലെ ഒരു കൂര ഈ സൈഡിലേക്ക് ഇറങ്ങുന്നൊരു ടൈപ്പാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇത്രയും നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഈ പൂക്കളൊക്കെ തൊഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വേണ്ട, ആ പൂവും മണ്ടയിൽ തന്നെ വച്ചേക്കാം. അതവിടെ ഇരിക്കട്ടെ, നല്ല ഭംഗിയിലിരിക്കട്ടെ.
ഇതിനിടയിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഈ വയ്യാത്ത പ്രാവ് മാത്രം അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി എല്ലാവരും ഈ പ്രാവുകളൊക്കെ മുകളിലേക്ക് ഇതോ അങ്ങോട്ട് പോയി അവിടെ പുല്ലിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറക്കി തിന്നുന്നുണ്ട്. പക്ഷേ ഈ വയ്യാത്ത ആശാൻ മാത്രം ഇത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതിനെന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. എന്തോ പറ്റി പാവം. ഇന്നലെയും ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ ഇവർ എങ്ങനെ പിടിക്കും, അതിനെന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ. ബാക്കിയുള്ള ഏകദേശം പ്രാവുകളും പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഇണപ്രാവാണെന്ന് തോന്നുന്നു ഒരെണ്ണം അടുത്ത് കറങ്ങി നടക്കുന്നുണ്ട്. ഇണപ്രാവല്ല, അത് ജീവനും കൊണ്ടും പറന്നുപോയി പാവം, അതങ്ങ് പോയി. എന്ത് ചെയ്യാനല്ലേ. ഈ ജീവി ലോകം ഇങ്ങനെയാണ്. അത് വളരെ ദുഷ്കരവും ക്രൂരവുമാണ്. അവിടെ ആശുപത്രികളൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ ഇതിനെ ഞാൻ എന്ത് ചെയ്യും. ഇതിങ്ങനെ ഈ പൂക്കൾ നിൽക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ഇതിനെ ഞാൻ വെറുതെ വിടുകയാണ്. അതങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഈ സൈഡിൽ നിൽക്കുന്ന കുറച്ച് വള്ളികളുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാതെ വേറെ വഴിയില്ല. നമ്മുടെ ഒരു കത്രിക കേട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഐറ്റംസ് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്കിനി നടാം കേട്ടോ. ഇതിങ്ങനെ തളിരിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊടിക്കും ഈ സംഭവങ്ങൾ ഇതുപോലുള്ളതൊക്കെ. ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വിട്ടു. ഇനി ഈ ഒരു സ്റ്റെമ്മിൽ കുറച്ചിങ്ങനെ മിച്ചം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഒന്ന് ചുറ്റി വിടണം. ഇതെല്ലാം ഇവിടെ തന്നെ ചുറ്റി വിടാം. ഇവിടെ ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കയറിങ്ങനെ വിട്ടിട്ടുണ്ട്. ആ കയറിലേക്ക് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ അത്രയ്ക്ക് ഇങ്ങനെ നിറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ 2 സൈഡിലും വരുന്നതിന് ഇങ്ങനെ ചുറ്റി ഇതിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കണ്ടില്ല, അത് ഇതേപോലെ സൂപ്പറായിട്ട് ഇങ്ങനെ ഫുൾ അടുക്കായിട്ട് വരും. അങ്ങനെ നമ്മൾ ചുറ്റി വിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ചുറ്റി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു വശം. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ വരുന്ന സംഭവങ്ങളും ഈ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ വെറുതെ ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചങ്ങ് വെച്ച് കൊടുക്കും. അവർ എങ്ങോട്ടെന്ന് വെച്ചാൽ പിന്നെ അതിനകത്തുനിന്ന് അങ്ങ് വളർന്ന് പൊക്കോളും. പിന്നെ അത് ഇത്രയും ഭാഗം ഇവിടെ ഇങ്ങനെ ഈ നിൽക്കുന്ന വള്ളികൾ കട്ട് ചെയ്യാതെ വിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ശരിക്കും ഞാനിനി ഈ ഇറങ്ങുന്ന ഈ വള്ളികളെ ഇതുവഴി ഇങ്ങനെ ഇറക്കി ഇതുവഴി ഇങ്ങനെ പടർത്തി വരാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പോട്ടെന്ന് വിചാരിച്ചത്. ഇങ്ങനെ താഴെ തനിയെ ഇതുവഴി ഇറങ്ങി ഇങ്ങനെ താഴെ വന്ന് ഇതുവഴി അങ്ങ് മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി കണ്ടില്ല, ഇതുവഴി ഇങ്ങനെ അങ്ങ് ടെറസിലേക്ക് പടർത്താനുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത്രയും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് പോർഷനും കൂടെ കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് പീസ് നിൽപ്പുണ്ട്, അതിനെ കട്ട് ചെയ്തു. ഇവിടെ കുഞ്ഞ് പീസുകൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വലുതായിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഒരു മിനി ഡ്രസ്സിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സൈഡിൽ കോർണറിൽ കുറച്ച് ഒതുക്കാനുണ്ട്. ആ സംഭവമൊക്കെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒതുക്കാം. പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ അതിനെ കട്ട് ചെയ്യാനായിട്ടൊരു മടി. അപ്പോൾ അതാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.